ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷമൊക്കെ? പിന്നെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ബഹ്റൈനിലെ അൽ ഫത്ത ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മോസ്കായ ഈ അൽ ഫത്തഹ് ഗ്രാൻഡ് മോസ്ക് പണി കഴിപ്പിച്ചത് ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ അൽ ഖലീഫയാണ് കേട്ടോ. 1987 ഇത് പണി കഴിപ്പിച്ചത്. പിന്നെ ഇതൊരു ഇസ്ലാമിക് സെൻറ്ററും കൂടിയാണ് കേട്ടോ. മോസ്ക് വിസിറ്റ് ചെയ്യാൻ വന്നത് ഞാനും ഉമ്മയും ഹേസിലും മാത്രമേ ഉള്ളൂ കേട്ടോ. എൻട്രൻസിൻ്റെ അവിടെ തന്നെ മോസ്ക് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ടൈമിങ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോറ് കണ്ടോ, അത് ഈട്ടി കൊണ്ടുണ്ടാക്കിയ ഡോറാണെന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് എന്താ അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി അവിടുത്തെ ഓഫീസിലേക്ക് ചെന്നപ്പം അവിടെ നിന്നൊരു ലേഡി ഓടി വന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല ഓഫീസിലെന്ന്. അപ്പോൾ പിന്നെ ഓഫീസ് റൂമിൽ ഞങ്ങൾ വീഡിയോ ചെയ്തില്ല. അതിനുശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഡ്രസ് കോഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പർദ്ദയൊക്കെ മാറ്റി. അവിടെ നിന്ന് അവർ തന്നെ പർദ്ദയൊക്കെ തരും കേട്ടോ. അതൊക്കെ മാറ്റി ഞങ്ങൾ മോസ്കിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗൈഡിനെ അലോട്ട് ചെയ്യും. അപ്പോൾ ആ ഗൈഡ് നമുക്ക് എന്താണ് പള്ളിയുടെ ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂടാതെ നോൺ മുസ്ലിംസിനാണെങ്കിൽ എന്താണ് ഇസ്ലാം, എന്താണ് മതം, അതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ മോസ്കിൻ്റെ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ. മോസ്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല, അതിന് പുറത്ത് ചുറ്റുപാടുമുള്ളൊരു കോർട്ട്യാർഡാണ് ഈ കാണുന്നത്. എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ മോസ്ക്. ഈ മോസ്കിൻ്റെ അകത്ത് ഇറ്റാലിയൻ മാർബിൾസ്, ഷാൻലിയറൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തേക്കുന്ന അടിപൊളി ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു മോസ്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോം ബിൽറ്റ് ചെയ്തേക്കുന്നത് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈബർ ഗ്ലാസ് ഡോമാണ് ഈ അൽ ഫത്ത ഗ്രാൻഡ് മോസ്കിലേത്. ഈ ഹാളിൻ്റെ കപ്പാസിറ്റി ഏകദേശം 7,000 ഒക്കെയാണ് കേട്ടോ. 7,000 പേർക്ക് ഒറ്റ സമയത്ത് പ്രെയർ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾ സെൻട്രൽ കാണുന്ന മൈക്കൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ കേൾക്കാറില്ലേ വിളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്, അത് വിളിക്കുന്ന മൈക്കൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഈ കാണുന്ന മൈക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ടാണ് പള്ളിയിലേക്ക് പ്രെയർ ടൈം ആകുമ്പം ഇൻഫോം ചെയ്യുന്ന, ബാങ്ക് വിളിക്കുക എന്നാണ് പറയുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് മൈക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ കാണുന്നതാണ് മെഹ്റാബ് കേട്ടോ. നോക്കി, ഓരോ മുക്കും മൂലയൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണത്. ഇത് മെഹ്റാബ് എത്ര ഭംഗിയായില്ല ചെയ്തു വെച്ചേക്കുന്നത്. ഈട്ടിത്തടി കൊണ്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം വന്നേക്കുന്നത്. പിന്നെ കാലിഗ്രാഫി, ഈ മോസ്ക് മൊത്തമുള്ള കാലിഗ്രാഫി ക്യുഫിക് കാലിഗ്രാഫിയാണ് കേട്ടോ. 3 നിലയിലായിട്ട് വരുന്ന ഈ ഒരു മോസ്ക് വിസിറ്റേഴ്സിൻ്റെ ഒരു പ്രൈം അട്രാക്ഷനാണ് കേട്ടോ ബഹ്റൈനിൽ. ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 9 AM to 4 PM ആണ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ടൂറിസ്റ്റ് ഗൈഡിനെ അലോട്ട് ചെയ്തു എന്ന് പറഞ്ഞ പോലെ, ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ പല ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ സംസാരിക്കുന്ന ടൂറിസ്റ്റ് ഗൈഡ്സ് ഉണ്ട് കേട്ടോ. അവർ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഫിലിപ്പിനോയിലും റഷ്യൻ ഭാഷയിലും പല ലാംഗ്വേജിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇസ്ലാമിക് അവബോധങ്ങൾ, അതായത് മതത്തെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സൊക്കെ അവർ എടുത്തു കൊടുക്കും. എന്താണ് ഇസ്ലാം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. കുറേ ആൾക്കാർക്ക് കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എന്താണെന്ന് അറിയണം എന്നൊക്കെ. നീ നോക്കി, മലയാളത്തിലുള്ള ഞങ്ങൾ കേരളയിൽ നിന്നുള്ളവരാന്ന് കണ്ടപ്പോൾ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് മലയാളത്തിലുള്ള മീനിങ്ങൊക്കെ, ഖുറാൻ്റെ മീനിങ്ങൊക്കെ. അപ്പോൾ അവർ എങ്ങനെയാണ് പ്രെയർ നടത്തുന്നത്, ഹോളി ഖുറാൻ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റോറീസൊക്കെ എന്താണ്, അതൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. കൂടുതലായിട്ടൊന്നുമില്ല, ഒരു ഹൈ ലെവൽ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഇസ്ലാം ആൻഡ് തിങ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. മോസ്കിൻ്റെ ഗ്രൗണ്ട് ലെവൽ പൂർണ്ണമായിട്ടും മെയിൽസിനുള്ളതാണ് കേട്ടോ. ഫീമെയിൽസിനൊക്കെ മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി. സലാ ടൈം ഏകദേശം ആയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇതിനു മുമ്പും ഈ മോസ്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവിടെ കുറച്ചുകൂടെ ലൈവായിരുന്നു. ലൈക്ക് കുറേ കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്യാനും ഗാവ അങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ലൈവായിരുന്നു. എനിക്കറിയില്ല അത് സീസണലാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ അവിടെയൊക്കെ എംപ്റ്റിയാണ്. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസൊന്നും അവിടെ ഇല്ല. കുറേ ബുക്സും എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ അങ്ങനത്തെ ഒന്നും കണ്ടില്ല.
പിന്നെ ഇതാണ് നമ്മൾ തേർഡ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. തേർഡ് ഫ്ലോറിൽ ആണ് ലേഡീസിനൊക്കെ നമുക്ക് ഇവർ ഇമാമ താഴെ നമസ്കരിക്കുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാം മുകളിൽ നിന്നുകൊണ്ട്, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. തേർഡ് ഫ്ലോറിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അതുകൂടാതെ തന്നെ എന്താ പറയുക, ഇവിടെ കയറുമ്പോൾ ഉള്ളൊരു വലിയൊരു ഫീലെന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ഒരു സൈലൻ്റ് ആൻഡ് പീസ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് വിളിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു താഴെ. അങ്ങനെ അൽഫത്ത് ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും പുറത്തേക്ക് ഇറങ്ങി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ വരും. അനസക്കായും ലിയാമും പുറത്ത് പോയിക്കായിരുന്നു. അവർ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കാര്യം പോയത്. അപ്പോൾ അവർ വിളിക്കാൻ വരും, ഞങ്ങൾ തിരിച്ചു പോകും. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.